മുഅ്മിനീങ്ങളാവുന്ന ആളുകൾ ഒരുമിച്ച് കൂടി എന്നുള്ള നിലക്ക് ഈ വേദിക്കൊരു പ്രത്യേകത ഉണ്ട്. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തെ പറ്റി നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. വിശുദ്ധമായ ദീൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് ഈ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിനാണ്. അത് ശരീഅത്തിൽ പല വ്യത്യാസങ്ങൾ അമ്പിയാക്കന്മാർ തമ്മിലുണ്ടെങ്കിലും ലികുല്ലിൻ ജഅൽനാ സിറാത്തൻ വ മിൻഹാജ, പല അമ്പിയാക്കന്മാർക്കും അവരുടെ ജനങ്ങളോടും അവരുടെ ആ കാലാവസ്ഥയോടും അവരുടെ ആ രാജ്യ പ്രകൃതിയോടൊക്കെ യോജിച്ച നിലക്കുള്ള ശരീഅത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു. ചില അമ്പിയാക്കന്മാർക്ക് നിശ്ചയിച്ചു കൊടുത്ത അതേ ശരീഅത്ത് തന്നെ ആയിരിക്കും മറ്റു ചിലർക്കും അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ചിലർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായി അൽ അംബിയാവു ഔലാദു അല്ലാത്ത് ഒരു അടിസ്ഥാന തത്വം, ആ തത്വം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവരിവിടെ വന്നവരാണ്. അമ്പിയാക്കന്മാർ മുഴുവൻ ഒരു കുടുംബങ്ങളാണ് അവർ. വിശുദ്ധമാവുന്ന ഇസ്ലാം ദീനിൻ്റെ പ്രബോധകരാവുന്ന ഒരു കുടുംബങ്ങളാണ് അവർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി അള്ളാഹു പ്രവാചകത്വം, റിസാലത്ത്, നുബുവത്ത് എന്നതൊക്കെ അവസാനിപ്പിച്ചു. നബിക്ക് ശേഷം ഒരു നബിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അത്രമാത്രം ശക്തമായ നിലക്കുള്ളതായ പ്രവർത്തനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ആ ശക്തി ഇന്നും ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ, അതിന് ദഅവത്ത് ചെയ്യാൻ ഇവിടെ പണ്ഡിതന്മാർ മതി, അമ്പിയാക്കന്മാരിലേക്ക് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന, അവർ നേതൃത്വം നൽകിയ, അവരിവിടെ സ്ഥാപിച്ച ഒരു വിശുദ്ധ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമുക്കറിയാം ഇവിടെ പല ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ പലതും. പല കള്ള തരീഖത്തുകൾ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പലരും ശരീഅത്തിന് എതിരാവുന്ന പല വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാവുന്ന ആളുകളെ അത് ശൈഖന്മാരായി വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കേരളത്തിലും നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എതിർത്തുകൊണ്ട് ശരി ഇന്നതാണ് തെറ്റുന്നതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ വിശുദ്ധമായ ശരീഅത്തിനെ, അതിൻ്റെ ശരിയായ രൂപം, അതിനക്ക് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്തതെടുക്കും. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന റസൂലുള്ളാഹി പറഞ്ഞു. ദീനിനെ മനസ്സിലാക്കേണ്ടത് ഒന്ന് എൻ്റെ നൂറ്റാണ്ടിലുള്ള ആളുകൾ, അവർ ഉത്തമരാകുന്ന ജനങ്ങളാണ്. പിന്നെ അവരോട് അടുത്ത നൂറ്റാണ്ടുകാർ, അവരോട് അടുത്ത നൂറ്റാണ്ടുകൾ. ഈ 3 നൂറ്റാണ്ടിലാണ് മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ ഉണ്ടായിക്കുന്നത്. ഇമാം ഷാഫി തങ്ങളാണെങ്കിലും, ഇമാം അബൂ ഹനീഫ തങ്ങളാണെങ്കിലും, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും, ഇമാം മാലിക് തങ്ങളാണെങ്കിലും അവരൊക്കെ ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ച ആളുകളാണ്. 2ലും 3ലും ഒക്കെ ആയിട്ട്, ഒന്നിൻ്റെ അവസാനം അങ്ങനെ ജീവിച്ചവരാണ് അവർ. അപ്പോൾ ദീനിനെ മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധികാരികമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ 3 നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ അവർ പറയുന്നതാണ് വിശുദ്ധമായ ദീൻ. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ഖുർആനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കാൻ അർഹതയുള്ളവർ ആ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അവരാണ് ഈ ദീനിനെ അടിസ്ഥാനപരമായി ഇവിടെ മനസ്സിലാക്കി തരേണ്ടവർ. ആ ഒരു തത്വമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വ്യാഖ്യാനം, അവർക്കുള്ളതായ അവരെ വിശദീകരണം അനുസരിച്ച് ദീനിനെ മനസ്സിലാക്കി കൊണ്ടിട്ട് വിശുദ്ധമായ ദീനിന് എതിരിൽ വരുന്നതായ സർവശക്തികളെയും അവർക്കുള്ളതായ വാദങ്ങളെയും അവർക്കുള്ളതായ ആശയങ്ങളെയും പ്രതിരോധിച്ച് അതിന് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുന്ന ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഈ ദീൻ ഏത് കാലം വരെ ഇവിടെ അവശേഷിക്കണോ ആ കാലം വരെ ഈ ദീനിനെ സംരക്ഷിക്കുന്നതായ ഒരു വിഭാഗം
എപ്പോഴും അവർ ആ സത്യത്തിൻ്റെ മേൽ വാഹിരീൻ അലൽ ഹഖ്, ഞാൻ കൊണ്ടുവന്ന ഈ ഹക്ക്, ആ ഹക്കിൻ്റെ മേലുണ്ടാവുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും. മഹാനാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹജ്ജിന് വന്നു. ഈ സ്ത്രീ ഹജ്ജിന് വന്നപ്പോൾ അവൾ നേർച്ചയാക്കിയിരുന്നു സംസാരിക്കില്ല. അപ്പോൾ ഈ സംസാരിക്കാത്ത ഈ സ്ത്രീ ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചിലർ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീ ഹജ്ജിന് വന്നിട്ടുണ്ട്, അവൾ സംസാരിക്കില്ല എന്നാണ് പറയുന്നത്, അവൾ സംസാരിക്കേണ്ടെന്ന് നേർച്ചയാക്കിയിട്ടു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീനെ വിളിപ്പിച്ചു. അവളോട് ചോദിച്ചു, നീ എന്താ സംസാരിക്കേണ്ടെന്ന് നേർച്ചയാക്കിക്കണം? അല്ല, ഞാൻ അങ്ങനെ നേർച്ചയാക്കിയതാണെന്നോ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവളോട് പറഞ്ഞു, ആ നേർച്ച ഒഴിവാക്കിക്കള, അങ്ങനെ നേർച്ചയാക്കാനൊന്നും പാടില്ല, നീ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു എന്നല്ല, വല്ലാത്ത സംസാരം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ ഈ സ്ത്രീനെ പറ്റി പറയുന്നുണ്ട്, ഇന്നക്കി ലസഊൽ, എടി സ്ത്രീ പെണ്ണെ, നിന്നെ സംസാരിപ്പിച്ച് കുടുങ്ങിയിപ്പം ഞാൻ, നീ വല്ലാത്തൊരു ചോദ്യക്കാരത്തിയും വല്ലാത്തൊരു വർത്തമാനക്കാരത്തിയാണ്. അബൂബക്കർ സിദ്ദീഖിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, പല സംശയങ്ങളും ചോദിക്കുകയാണ് ഈ പെണ്ണ്, നിർത്താത്ത ചോദ്യം. അപ്പോൾ അതിൽ ആ പെണ്ണ് അബൂബക്കർ സിദ്ദീഖിനോട് ഒരു ചോദ്യം ചോദിച്ചു, മാ ബഖാഉന അലാ ഹദദ്ദീൻ അല്ലദീ ജാഅ ബിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഈ വിശുദ്ധമായ ഈ ദീനിലാണ് ഞങ്ങളുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള എന്താണ് അടയാളം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ പല പാർട്ടികളുണ്ടല്ലോ, പലരും പറയുന്നത് എന്ത്, ഞങ്ങളാണ് യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ, യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ. അപ്പോൾ ഇതിൽ നിന്ന് യഥാർത്ഥ ദീനിൻ്റെ മേലുള്ളവർ അലൽ ഹക്ക് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഹക്കിൻ്റെ മേലുള്ളവർ ആരാണെന്നുള്ളത് അത് മനസ്സിലാക്കാനുള്ള അടയാളം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് മറുപടി പറഞ്ഞു, മസ്തഖാമത്ത് ബിക്കും അയിമ്മത്തുക്കും, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ നിങ്ങളുടെ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായ മറ്റുള്ള ഉമറാക്കൾ, ഇവരൊക്കെ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ആ മഹത്താവുന്ന പദവി. എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളെയും ആ അവയവങ്ങളെ ഉപയോഗിക്കേണ്ട മേഖലയിൽ മാത്രം ഉപയോഗിക്കുക. അതിൻ്റെ അപ്പുറത്ത് ഉപയോഗിച്ചാൽ അത് ഹറാമാവും, ചിലപ്പോൾ അത് കറാഹത്താവും, ചിലപ്പോൾ അത് ഖിലാഫുൽ ഔലിയാവും. നമ്മളെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇപ്പോൾ കൈ എനിക്ക് ആവശ്യം ഉണ്ടാവും, പലതും പിടിക്കാൻ തോന്നണമെങ്കിൽ എന്നാൽ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നതിനെ പിടിക്കാൻ പറ്റും. പിടിക്കൽ ഹറാമായ ഒരു സാധനത്തിനെ ഈ കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. പിടിക്കൽ കറാഹത്തായ ഒന്നിനെ പിടിക്കാൻ പാടില്ല. പിടിക്കൽ ഖിലാഫുൽ ഔലിയായ ഒന്നിനെ പിടിക്കാൻ പാടില്ല. കണ്ണിനിക്ക് ചില ആവശ്യങ്ങളുണ്ടാവും, നോക്കണം, കാണണം എന്നൊക്കെ. എല്ലാം കാണാൻ പറ്റും. കാണൽ അനുവദിക്കപ്പെട്ടതിനെ കാണാൻ പറ്റുള്ളൂ. ചിലതിനെ കാണൽ ഹറാമാവും, ചിലതിനെ കാണൽ കറാഹത്താവും, ചിലതിനെ കാണൽ ഖിലാഫുൽ ഔലിയാവും. ഇങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കുമുള്ള ആഗ്രഹങ്ങൾ അത് സാധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മേഖലയിൽ മാത്രം അതിനെ സാധിപ്പിക്കുക. അന്നൽക്ക് അവൻ്റെ സർവ്വ അവയവങ്ങളെയും സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് പോരാം. അതാണ് മഹാന്മാരാവുന്ന തരീഖത്തിൻ്റെ മശായിഖന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്നേ വരെ യഥാർത്ഥ തരീഖത്തിൻ്റെ മശായിഖന്മാർ അതാ ചെയ്തത്. അവരോട് ബന്ധപ്പെട്ട അവരെ മുരീദന്മാർ അവരെന്താക്കുമെന്നറിയോ? അവരെ ഏത് ഭാഗത്താണെങ്കിലും ആ മുരീദിനെ നോക്കി ആ മുരീദിലുണ്ടാവുന്നതായ തെറ്റുകളെ തിരുത്താനുള്ളതായ അതിൻ്റെ കഴിവുള്ളവരാവണം. അവരാണ് യഥാർത്ഥ മശായിഖന്മാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ചെയ്തിരുന്നത്. സഹാബത്ത് നബിൻ്റെ മുന്നിലല്ലെങ്കിലും ആ സഹാബത്തിനെ പറ്റി മനസ്സിലാക്കാനുള്ളതായ ഒരു പ്രത്യേകമാവുന്ന ആ കണ്ണങ്ങനെയാണ്. അത് നമുക്കൊക്കെ അങ്ങനത്തെ ഒരു കണ്ണുണ്ടാക്കി തീർക്കാൻ കഴിയും. നമ്മൾക്ക് ഈ മറൻ്റെ അപ്പുറത്തുള്ളത് കാണാൻ പറ്റും എവിടെ ഇരുന്നിട്ട്. അന്നേക്ക് നമ്മളെ കണ്ണിനെ വിശുദ്ധമാക്കണം. ആ വിശുദ്ധമാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്തിഖാമത്ത്. ഉപയോഗിക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ മാത്രം. വയറിന് പല ആവശ്യങ്ങളുണ്ടാവും. എല്ലാം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. ഭക്ഷണം എല്ലാം കോരി വാരി തിന്നാൻ പറ്റുമോ? അള്ളാഹു അനുവദിച്ചത് തിന്നാൻ പറ്റുള്ളൂ. ചിലത് കഴിക്കൽ ഹറാമാണ്, ചിലത് കഴിക്കൽ കറാഹത്താണ്, ചിലത് കഴിക്കൽ ഖിലാഫുൽ ഔലിയാണ്. ഈ ഇസ്തിഖാമത്ത് നിങ്ങളെ പണ്ഡിതന്മാർക്കുണ്ടോ? നിങ്ങൾ നിൽക്കുന്നത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ മേലിലാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ ഹക്കിൻ്റെ മേലിലാണെന്ന് മനസ്സിലാക്കാം. അങ്ങനത്തെ ആ ഹക്കിനെ നിലനിർത്താൻ വേണ്ടി ഒരു ഇമാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഈ ഒരു പണിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനത്തെ സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ, നിങ്ങളുടെ ഈ കർണാടകയിൽ ഈ ദക്ഷിണ കർണാടകയൊക്കെ കേരളയിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുലമയുടെ കാലഘട്ടത്തിൽ ശൈഖുന എപ്പോഴും പറയും നിങ്ങളെ ഈ കർണാടകത്തിനെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ സമസ്ത കേരള ജമിയത്തുലമയുടെ പിന്നിൽ നല്ലവണ്ണം അടിയുറച്ച് നിന്നവരാണ്. അവർ നല്ല ആളുകളാണ്. എപ്പോഴും ഈ മംഗലാപുരം ഈ പരിസരത്തുള്ള ആളുകളെ പറ്റി പറയുന്നത്. എത്രത്തോളം മുമ്പ് നന്ദി ദാറുസ് അറബി കോളേജിൽ നമ്മളൊക്കെ മുദരിസ് കഴിഞ്ഞ കാലത്ത് പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ വന്നാൽ കർണാടകക്കാരായ കുട്ടികളാണെങ്കിൽ ഇനിയിപ്പോൾ അവർ എല്ലാ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും അവരെയൊക്കെ കുറച്ചൊക്കെ കുറവാണെങ്കിലും കയറ്റിക്കളി എന്ന് പറയും. ആ നിലക്കുള്ളൊരു സ്നേഹമാണ് ഈ കർണാടകക്കാരോട് ബഹുമാനപ്പെട്ടവർ. അപ്പോൾ അന്നൽക്ക് സമസ്ത കേരള ജമിയത്തുലമയുടെ പിന്നിൽ അടിയുറച്ചു നിന്നവരാണ് ഇവിടുത്തെ ഈ ഇരിക്കണ നേതാക്കന്മാരും ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ. ഈ ഇരിക്കണങ്ങളെ ഉമറാക്കന്മാരാവുന്ന ഈ ഹാജിമാരും ഇവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അവരിൽ നിന്നുള്ള ഭൂരിപക്ഷം അങ്ങനെ നിന്നവരാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുലമനെ മനസ്സിലാക്കിയവരാണ് നിങ്ങൾ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമൻ്റെ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ, അവിടുന്ന് ഈ കർണാടകൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ വളരെയധികം വ്യാപിച്ച് ഇതുപോലുള്ളതായ അൽബിറൊക്കെ ഒരു സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരു പുതിയ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അത് വളരെ സ്വീകാര്യമായിട്ട് ജനങ്ങളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ അത് വളരെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ചെറിയ മക്കൾ ഇവിടെ ഖുർആൻ ഓതി വളരെ നല്ല നിലക്ക് അവരെ ഓതാൻ പഠിപ്പിച്ചു. അങ്ങനെ ഇസ്ലാമിൻ്റെ ആ ശരിയായ സ്വഭാവം അവരിലേക്ക് ചെറുപ്പത്തിൽ തന്നെ അവരെ ഹൃദയത്തിലേക്ക് വളർത്തിയെടുത്തുകൊണ്ടിട്ട് ഒരു യഥാർത്ഥ മുസ്ലിം എല്ലാ ആളുകളോടും സ്നേഹത്തിനും എല്ലാവരോടും സൗഹാർദ്ദത്തിനും, അങ്ങനെയല്ലേ മുസ്ലിം അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. മുസ്ലിമിന് അങ്ങനെ എല്ലാ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കണം. ഇവിടുത്തെ മരങ്ങളെ സ്നേഹിക്കണം, ഇവിടുത്തെ കല്ലിനെ സ്നേഹിക്കണം, ഇവിടുത്തെ വെള്ളത്തിനെ സ്നേഹിക്കണം, ഇവിടുത്തെ ഇതര മതസ്ഥരെ നമ്മൾ സ്നേഹിക്കണം. നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നല്ല മക്കളെയാണ് നമ്മൾക്ക് ഉണ്ടാക്കി തീർക്കേണ്ടത്. ഇവിടെ വർഗീയതയും തീവ്രതയും ചിന്താഗതികളൊന്നും ഇല്ലാത്ത നല്ല മക്കളെ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. ആ മക്കളുണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്നതായ സ്ഥാപനങ്ങളാണ് ഇവിടെ. അതോടൊപ്പം ഇന്നൊരു പുതിയ ഒരു സംരംഭം, അതാ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അതിന് കൂടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്ന നിലക്ക് വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ എല്ലാ ഈ പദ്ധതികളും നല്ല നിലക്ക് വിജയിപ്പിച്ച് ഇത് വലിയൊരു ഇൽമിൻ്റെ ഒരു കേന്ദ്രമായി മാറി സമസ്ത കേരള ജമിയത്തുലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും നിങ്ങളെ ഈ നാട്ടുകാർക്ക് എന്ന് മാത്രമല്ല ഈ ദക്ഷിണ കർണാടകയിലുള്ള എല്ലാവർക്കും എന്നല്ല കർണാടകയിലുള്ള എല്ലാവർക്കും അഭിമാനിക്കപ്പെടാൻ പറ്റുന്നതായ ഒരു സ്ഥാപനമായി കൊണ്ട് അള്ളാഹു ഈ സ്ഥാപനത്തിന് ഉയർത്തി തരട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു ഇവിടെയുള്ള നിങ്ങൾക്കൊക്കെ ഈ ഉമറാക്കൾ അടക്കമുള്ള പണ്ഡിതന്മാർക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു ധാരാളം ഖൈറും ബർക്കത്തും ധാരാളം ചൊരിഞ്ഞു കൊടുക്കട്ടെ. ആഖിബത്ത് ഒന്നാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിന് മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടിത്തട്ടെ. മരണസമയത്ത് ശൈത്താൻ്റെ ശരണ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് COVID-19 എന്ന ഈ മഹാവൈറസ് അത് വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ നാടിനെയും നമ്മളെ ഇന്ത്യ രാജ്യത്തിനെ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.